എന്താണ് പറയുന്നത്? പണ്ടുള്ളവർ പ്രസവിച്ച അപ്പോഴി തന്നെ നെല്ല് കുത്താനും അരി ഇടിക്കാനും അതിനും ഇതിനുമൊക്കെ പോകണം. ഇപ്പം എൻജോയ് ചെയ്താണ് പ്രസവിക്കുന്നതെന്ന്. ഒരു പ്രസവ വേദന എന്ന് പറഞ്ഞാൽ അഖിൽമാർക്ക് അറിയാമോ? സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഈ ഗർഭിണിയാവുന്ന തൊട്ട് പ്രസവിക്കുന്നത് വരെ എന്ത് കഷ്ടപ്പാടെന്നറിയാമോ? പിന്നെ അത് കഴിഞ്ഞിട്ട് വളർത്താനും അതിനെക്കാട്ടി ആ ഉറക്കം ഒഴിഞ്ഞ് ആ കുട്ടികളെ വളർത്തിയെടുക്കാൻ എന്ത് കഷ്ടപ്പാട് വിടുന്നു. തനിക്ക് 2 പെമ്പിള്ളേരല്ലയോ ഉള്ളത്. നീ എന്തൊരു ഇങ്ങനെയൊക്കെ കാണിച്ചത്, പറഞ്ഞുണ്ടാക്കിയത്? എന്തൊരു ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കണത്? ഈ രീതിയിലാണ് ഉണ്ടാക്കാനുള്ളത്. തൻ്റെ ഭാര്യയും പ്രസവിച്ചല്ലേ? അപ്പോഴടുത്തുണ്ടായിരുന്ന അതെന്തുമാത്രം ആ വേദന തിന്നിട്ടുണ്ട്. പിന്നെ ഒരു സ്ത്രീയെ അയക്കുമ്പോഴത്തേക്ക് അവളെ ഭർത്താവ് കുടിയനാണെങ്കിൽ അതോടെ തീർന്നു. 2 കുട്ടികളെയും കൊടുത്തിട്ട് അവൻ പോകും അവൻ്റെ ജോലി നോക്കി. പിന്നെ അത് വളർത്തുക, കുട്ടികളെ വളർത്തുക, നോക്കുക, ഉറക്കൊഴിയുക, കുഞ്ഞുങ്ങളെ അസുഖത്തിനെ പറ്റി നോക്കുക, വലുത്. ഒന്ന് സഹോദര, ഇനി ഇതേപോലുള്ള വാക്ക് ഓരോരുത്തരുടെ മുമ്പ് വന്നിരുന്നുകൊണ്ട് വിളിച്ചു കൂട്ടി പറയല്ലേ. അഖിൽമാരെ, സ്ത്രീ എന്ന് പറഞ്ഞാൽ അത്ര ഇതല്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ മക്കളെ പ്രസവിക്കുന്നതും വളർത്തണതും എല്ലാം തുടക്കം തൊട്ടേ നമുക്ക് അനുഭവം ഒരുപാട് ഉണ്ട്. അത് ഒരു ആണായതുകൊണ്ടാണ് ഇത്രയും മാത്രം ഇവിടെ വന്നിരുന്നുകൊണ്ട് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇതൊക്കെ നിർത്തിക്കൊള്ളണം. മീഡിയാസിൻ്റെ മുമ്പ് എന്ത് വേണോ തനിക്ക് പറയാമെന്നുള്ള ഒരു ചാൻസ് ഉണ്ടല്ലേ? അല്ലേ? രേണുസുതിയെ പോലെയൊക്കെ വന്നിരുന്നും കൊണ്ട് രേണുസുതിയെ പോലെയൊക്കെ പറഞ്ഞ് പരത്തി ഇറങ്ങും. പറഞ്ഞുകൊണ്ട് ഒരു കാര്യം നടക്കൂല. സ്ത്രീയെ പറ്റിയാണ് സ്ത്രീകളെ പറ്റിയാണ് ഈ സമൂഹത്തിൽ വന്നിരുന്നും കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കണത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉള്ളത്? തനിക്കും 2 പെൺമക്കളല്ലേ ഉള്ളത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉള്ള അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്? സ്ത്രീ എന്ന് പറഞ്ഞ പ്രസവം എന്ന് പറഞ്ഞാൽ അവൾ സൂചിച്ചല്ല ജീവിക്കുന്നത്. അവളെ മരണം വരെ കൊടുത്തിട്ടാണ് അവൾ വന്ന് തിരിച്ച് പോയിട്ട് വന്ന് അവൾ മക്കളെ പ്രസവിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു താലി കെട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അത് പുരുഷനെ ആയുള്ളൂ. തൻ്റെ ഭാര്യയ്ക്ക് മാത്രമേ ആ വേദനയിൽ ഇതറിയാൻ പറ്റുള്ളൂ. തൻ്റെ ഭാര്യ ഇത് പറഞ്ഞിട്ടുണ്ടോ? തൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ തൻ്റെ അമ്മ തനിക്ക് ചോറും തന്ന് വാരി ഉരുട്ടി പറക്കി തന്നു, സ്കൂളിൽ വിട്ടു, പഠിപ്പിച്ചു, ഇത്രയും ചെയ്തു വളർത്തി വിട്ടപ്പോഴത്തേക്ക് താൻ സ്ത്രീയായിരുന്നു കൊണ്ട് സ്ത്രീ ആയാൽ മാത്രമേ സ്ത്രീയുടെ വില തനിക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലായില്ലേ? വില കൽപ്പിക്കാത്തതിന് മാപ്പില്ല.